ചോദിച്ചേട്ടാ ആ സർല ചേച്ചി ഉണ്ടോ? ആ ഗീതേ, എന്തിനാണ് കാര്യം? അത് തേങ്ങ ഇടുമ്പോ പറയാന്ന് പറഞ്ഞായിരുന്നു. ആഹാ, നീ രാവിലെ വരുമെന്നല്ലേ പറഞ്ഞിരുന്നത്, പിന്നെ താമസിച്ച? ചേച്ചി എനിക്ക് PHS വരെ ഒന്ന് പോകണമായിരുന്നു ചേച്ചി. ഒരു തല ഇറക്കം 2-3 ടെസ്റ്റ് നടത്തി. അവിടെ പോയി ടെസ്റ്റ് നടത്തി നിത്യരോഗിയായല്ലയോ? അത് ശരിയാ. നമുക്കൊന്നുമില്ലാതെ അവിടെ പോയാലും ആ ഡോക്ടർമാർ എന്തെങ്കിലും ഒക്കെ തലയിൽ വെച്ചിട്ടേ തിരിച്ചു വിടുള്ളൂ. എൻ്റെ പൊന്നു ചേച്ചി, മാസം ശമ്പളം വാങ്ങുന്ന ഡോക്ടർമാർക്ക് നമ്മളെ രോഗികളാക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മുടെ ആരോഗ്യം നോക്കേണ്ടത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്വമല്ലേ? എന്റെ ഗീത പറയുന്ന പോലെ ഒന്നുമല്ല കാര്യം. നമ്മൾ സർക്കാർ ആശുപത്രി പോയാലേ വെറുതെ മെനക്കേടാ. ഞാൻ ഇന്നാൾ BP ചെക്ക് ചെയ്യാൻ വേണ്ടി പോയി. പെങ്ങടെ മോടെ നിശ്ചയമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഓടിപ്പടച്ചാണ് അങ്ങോട്ട് ചെന്നത്. വെറുതെ 20 മിനിറ്റ് പിടിച്ചവിടെ ഇരുത്തി. അവസാനത്ത് പറ്റി നിശ്ചയം കാണാൻ പറ്റില്ല. അതുമല്ല, അവിടെ പോയി ടെസ്റ്റ് ഒക്കെ നടത്തി കഴിഞ്ഞാലേ നമുക്ക് മനസ്സമാധാനമായിട്ട് ഒരു ആഹാരം കഴിക്കാൻ പറ്റൂല. ചുമ്മാ എല്ലാത്തിനും ആവശ്യമില്ലാത്ത കുറെ നിബന്ധനകളാണ്. ചേച്ചി, കൃത്യമായിട്ടുള്ള ഭക്ഷണക്രമം പാലിക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ചേട്ടൻ്റെ BP കാര്യം, അതെ ഏട്ടൻ ഓടി അങ്ങോട്ട് കയറി ചെന്നാലേ BP നോക്കി കഴിയുമ്പോൾ നോർമൽ ആയിരിക്കത്തില്ല, കൂടി തന്നെ ഇരിക്കും. കുറച്ച് നേരം ഇരുന്നൊരു 20 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ടൊക്കെ വേണം BP നോക്കാൻ. അതുമല്ലേ, ഞാനും ദാണ്ട രവിചേട്ടനും ഒരേ വീട്ടിൽ ഒരേ ഭക്ഷണം കഴിച്ച് താമസിക്കുന്നവരാണ്. ഇന്നാള് ദാണ്ട അവിടെ പോയി ടെസ്റ്റ് ചെയ്തപ്പോഴേ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്, ഇങ്ങനെയൊക്കെ. അതിന് ചേച്ചിക്ക് കൃത്യമായിട്ടുള്ള ഭക്ഷണക്രമം ഉണ്ടാവില്ല, ചേട്ടന് കൃത്യമായ ഭക്ഷണക്രമവും വ്യായാമവും കാണും. അത് ശരിയാ ഗീത. എനിക്ക് കൃത്യമായിട്ടുള്ള നടത്തയും കൃത്യമായിട്ടുള്ള വ്യായാമവും ആഹാരവും ഒക്കെ ഉണ്ട് കേട്ടോ. ഭക്ഷണശീലം എനിക്ക് കുറവായിരിക്കും, പക്ഷെ നടത്തം അതിന് ഒരു കുറവുമില്ല. തന്റെ ഈ വീട്ടിലെ രാവിലെ മുതൽ രാത്രി വരെ തെക്ക് വടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത് ഞാൻ നേരെ നടന്നാലേ പാറശാലയിൽ എൻ്റെ വീട്ടിൽ 10 തവണ പോയിട്ട് വരാം. ഈ വീട്ടിനകത്ത് ഇങ്ങനെ തെക്ക് വടക്ക് നടക്കുന്നതല്ല ചേച്ചി വ്യായാമം. അത് ഡോക്ടർമാർ പറയുന്നത് പോലെ കൃത്യമായി സമയം അനുസരിച്ച് ചെയ്യുകയും വേണം, അതുപോലെ ഭക്ഷണം കഴിക്കുകയും വേണം. ഇതൊക്കെ നീ എവിടെ നിന്ന് ഓടിച്ചാ? ഞാൻ ഇവിടുത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോകാറുണ്ട്. ഇവിടുത്തെ ഡോക്ടർമാർ പറയുന്നത് കൃത്യമായി ചെയ്യാറുമുണ്ട്. അതല്ലേ എനിക്ക് രോഗമൊന്നും ഇല്ലാത്തത്. എന്നിട്ട് പിന്നെ നിനക്ക് തലയിറക്കമാണെന്ന് പറഞ്ഞോ? അത് ചേട്ടാ, അവർ 2 ആഴ്ച മുമ്പ് എനിക്ക് ചെറിയൊരു ക്ഷീണം വന്നു. അപ്പം ഞാൻ ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ അവർ പാലിക്കേണ്ട ഭക്ഷണക്രമമൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ ഞാൻ നിയന്ത്രിച്ചപ്പോൾ ഇത്തിരി കൂടിപ്പോയി, അതോ ഒരു തലയിറക്കം വന്നത്. അപ്പം ഇന്ന് പോയി ഡോക്ടറെ കണ്ടപ്പം കൃത്യമായ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ പറഞ്ഞു തന്നു. ഇനി അത് ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ പൊക്കോട്ടെ. തേങ്ങയിടവൻ പറയാമേ. ആ ശരി. ഗീതേ, എന്തേട്ടാ? ഇപ്പം ചെന്നാ ഡോക്ടർ കാണുമോ? പിന്നെ കാണും. ചേട്ടൻ ചേച്ചിയെ വിളിച്ചോണ്ട് ചെല്ലും. നീ സാരി കൊടുക്കും. അത് മുണ്ടൊടുക്കും. പ്രമേഹവും അനിയന്ത്രിതമായ രക്തസമ്മർദ്ദവും നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് BP അഥവാ രക്തസമ്മർദ്ദം? ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തം രക്തക്കുഴലുകളിലൂടെ ഒഴുകുമ്പോൾ അതിൻ്റെ ഭിത്തിയിൽ ചെലുത്തുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം. ഇത് 140/90 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയിൽ കൂടുന്ന അവസ്ഥയാണ് അമിത രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. BPയുടെ സാധാരണ നില 120/80 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയാണ്. ഇതിൽ 120 എന്ന് പറയുന്നത് ഹൃദയം സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദത്തെയാണ്, അഥവാ സിസ്റ്റോളിക് BP എന്ന് വിളിക്കാം. 80 എന്ന് പറയുന്നത് ഹൃദയം വിശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദത്തെയാണ്, അഥവാ ഡയസ്റ്റോളിക് BP എന്ന് വിളിക്കാം. 120 മുതൽ 139 വരെ സിസ്റ്റോളിക് BPയും 80 മുതൽ 89 വരെ ഡയസ്റ്റോളിക് BPയും വരുന്ന സ്റ്റേജിനെ പ്രീ ഹൈപ്പർ ടെൻഷൻ അഥവാ ഹൈപ്പർ ടെൻഷന് മുന്നേയുള്ള ഘട്ടം എന്ന് പറയുന്നു. ഈ ഘട്ടത്തിൽ മരുന്നുകളില്ലാതെ ഘടനാപരമായ ജീവിതശൈലി മാറ്റങ്ങളിലൂടെ നമുക്ക് അമിത രക്തസമ്മർദ്ദത്തെ നിയന്ത്രിച്ചു നിർത്താനാകും. BP നിയന്ത്രിച്ചു നിർത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും 5 കാര്യങ്ങൾ. അമിതവണ്ണം. നമ്മുടെ ശരീരഭാരം 10 കിലോഗ്രാമിൽ താഴെ കൊണ്ടുവരുന്നത് സിസ്റ്റോളിക് BPയിൽ 10 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി കുറയ്ക്കാൻ സഹായകരമാകുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അമിതവണ്ണവും അരവണ്ണവും കുറച്ചു നിർത്തുന്നത് BP നിയന്ത്രിക്കാൻ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. ഇനി ശ്രദ്ധിക്കാനുള്ളത് ഭക്ഷണ ക്രമീകരണമാണ്. ആഗോളതലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഡയറ്റ് പ്ലാനാണ് ഡാഷ് ഡയറ്റ് അഥവാ ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. എണ്ണയും പൂരിത കൊഴുപ്പുകളും അടങ്ങിയ ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കുക. ഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവ് കുറയ്ക്കുക. ഒരു ദിവസം പരമാവധി ഉപയോഗിക്കാവുന്ന ഉപ്പിന്റെ അളവ് 5 ഗ്രാം മാത്രമാണ്. എന്നാൽ രക്തസമ്മർദ്ദമുള്ള രോഗികളിൽ ഉപ്പിന്റെ അളവ് 2.5 ഗ്രാമിന് താഴെ നിർത്തുന്നതാണ് ഉത്തമം. സാധാരണ നമ്മൾ കറികളിൽ ഇതിൽ കൂടുതൽ ഉപ്പ് ചേർക്കാറുണ്ട്. എന്നാൽ ഉപ്പിലെ സോഡിയം കണ്ടന്റ് ആണ് രക്തസമ്മർദ്ദം ഉയരുന്നതിന് ഏറ്റവും വലിയ ഘടകം. പാക്കറ്റിൽ കിട്ടുന്ന ഫുഡുകൾ,
പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ, ഉണക്കമീൻ, അച്ചാർ, പപ്പടം മുതലായവയിൽ ഉപ്പിന്റെ അംശം വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണങ്ങൾ ആഹാരത്തിൽ ഒഴിവാക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അതുപോലെ ഭക്ഷണത്തിൽ എപ്പോഴും പഴങ്ങളും പച്ചക്കറികളും കൂടുതലായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. BP നിയന്ത്രണത്തിലാക്കാൻ ഏറ്റവും വലിയ ഘടകം ചിട്ടയായ വ്യായാമം തന്നെയാണ്. ജോലിക്ക് പുറമെ വ്യായാമം ചെയ്യുന്നത് ശീലമാക്കുക. കുറഞ്ഞത് 30 മിനിറ്റ് എങ്കിലും തുടർച്ചയായുള്ള വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. വ്യായാമം ചെയ്യുമ്പോൾ അത് തുടർച്ചയുള്ളതാണെന്നും ഹൃദയമിടിപ്പ് കൂട്ടി വിയർക്കുന്ന രീതിയിലാണെന്നും ഉറപ്പുവരുത്തുക. ആഴ്ചയിൽ കുറഞ്ഞത് 150 മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യുന്നത് ഉത്തമമാണ്. നടക്കുന്ന ചുവടുകളുടെ എണ്ണവും ഹൃദയാരോഗ്യവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു. കൂടുതൽ ചുവട്, കൂടുതൽ ആരോഗ്യത്തിലേക്ക്. പുകയില, മദ്യപാനം പോലുള്ള ശീലങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കുക. പുകയിലയിലെ നിക്കോട്ടിൻ എന്ന ഘടകം BP ഉയരുന്നതിന് കാരണമാകുന്നു. മാനസിക സമ്മർദ്ദം കുറച്ചു നിർത്തുക. BP നിയന്ത്രണത്തിനായി 8 മണിക്കൂറിൽ കുറയാതെ ഉറക്കം ശീലമാക്കുക. അമിത രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ നിശബ്ദ കൊലയാളി എന്നാണ് അറിയപ്പെടുന്നത്. പലപ്പോഴും രോഗികളിൽ ലക്ഷണങ്ങളൊന്നും ഇത് തുടക്കത്തിൽ കാണിച്ചെന്ന് വരില്ല. തുടർച്ചയായി രക്തസമ്മർദ്ദം കൂടിയിരിക്കുന്ന രോഗികളിൽ തലവേദന, തലകറക്കം, കാഴ്ചയ്ക്ക് മങ്ങൽ, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഹൃദയവിമിഷ്ടം എന്നിവ കണ്ടെന്നു വരാം. കൃത്യമായ പരിശോധനകളിലൂടെ മാത്രമേ അമിത രക്തസമ്മർദ്ദം ഉണ്ടോ എന്നുള്ളത് രോഗനിർണയം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിയന്ത്രിച്ചു നിർത്താത്ത അമിത രക്തസമ്മർദ്ദം പക്ഷാഘാതം, വൃക്കരോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ, കാഴ്ചയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവ ഉണ്ടാക്കാം. രോഗസങ്കീർണതകളിലേക്ക് കടക്കാതെ കൃത്യമായ പരിശോധനകളിലൂടെ രോഗമില്ല എന്ന് ഉറപ്പുവരുത്തുകയും അഥവാ രോഗബാധിതരാണെങ്കിൽ കൂടി നിയന്ത്രിച്ചു നിർത്തി രോഗസങ്കീർണതകൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. BP പരിശോധന ചെയ്യുന്നതിന് മുന്നേ രോഗി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. BP പരിശോധനയ്ക്ക് എത്തുന്നതിന് അരമണിക്കൂർ മുന്നേ വ്യായാമം ചെയ്യാൻ പാടില്ല. കാപ്പി, ചായ പോലെ കഫീൻ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. മൂത്രമൊഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ BP നോക്കുന്നതിന് മുന്നേ പോയിട്ട് വരിക. BP പരിശോധനയ്ക്ക് 30 മിനിറ്റ് മുന്നേ പുക വലിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇതെല്ലാം നമ്മുടെ BP പരിശോധന ചെയ്യുന്ന സമയത്ത് റീഡിങ്ങിനെ ബാധിക്കാം. BP നോക്കാൻ എത്തുന്ന വ്യക്തി 10 മുതൽ 15 മിനിറ്റ് വരെ ശാന്തനായി ഇരിക്കുക. അതിനുശേഷം BP നോക്കുന്നതാണ് ഉത്തമം. BP നോക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. BP നോക്കാനിരിക്കുമ്പോൾ ഒരു കസേരയിൽ ചാരി ഇരിക്കുക. കാലുകൾ നിലത്ത് ഊന്നിയിരിപ്പുണ്ടെന്ന് ഉറപ്പുവരുത്തുക. BP നോക്കാനിരിക്കുമ്പോൾ ശരീരം നിവർന്ന് ശാന്തമായി ഇരിക്കുക. കൈകൾ ഹൃദയനിരപ്പിൽ മേശയ്ക്ക് പുറത്തു വെക്കുക. BP പരിശോധന ചെയ്യുന്ന സമയത്ത് കൈകൾ ചലിപ്പിക്കാതിരിക്കുക. BP നോക്കുന്ന സമയം സംസാരിക്കാതിരിക്കുക. ഇതൊക്കെയാണ് ശരിയായുള്ള റീഡിംഗ് കിട്ടുവാനായി രോഗി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. ജീവിതശൈലി മാറ്റങ്ങളിലൂടെ മാത്രം അമിത രക്തസമ്മർദ്ദം നിയന്ത്രണ വിധേയമാകാത്ത രോഗികൾ ഒരു ഡോക്ടറുടെ സേവനം ഉറപ്പുവരുത്തുക. മരുന്നുകൾ കൃത്യസമയത്ത് കൃത്യമായി കഴിക്കുക. രോഗം നേരത്തെ കണ്ടെത്താം, ചികിത്സിക്കാം, രോഗസങ്കീർണതകൾ ഒഴിവാക്കാം.